ഒരു ടൈമിൽ ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ഹാർഷായിരുന്നു എല്ലാവരുടെ അടുത്തും. എസ്പെഷ്യലി ആണുങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ആ ഒരു സീൻ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ മൂക്കിൽ ഒരു വലിയ തടിക്കഷ്ണം എടുത്തിട്ട് അച്ഛനെ ഈ മൂക്കിലും കണ്ണിലൊക്കെ അടിച്ചിട്ട് അമ്മയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ബ്ലഡ് പൊക്കോണ്ടിരിക്കണം, ഇങ്ങനെ ജീവിക്കണേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ റൂമിൽ അമ്മയുടെ സാരി എടുത്ത് എനിക്ക് കുരുക്കിട്ടെന്ന് മരിക്കാൻ വേണ്ടി. ഹലോ ചങ്ങായിമാരെ, ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന യൂട്യൂബർ, അതായത് ബ്യൂട്ടി ബ്ലോഗറാണ് അവർ. അപ്പോൾ അവരെ സക്സസ് ആയിട്ടുള്ള ബ്യൂട്ടി ബ്ലോഗർ തന്നെയാണ്. 1 മില്യൺ മേലെ അവർക്ക് സബ്ബൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ 1200 മേലെ വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്. ഇനി അവരെ കുറിച്ച് പറയാൻ തന്നെ അയാം വിത്ത് ധന്യവർമ്മ എന്ന് പറയുന്ന ചാനലിൽ അവർ ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ആ ചാനലിലെ ഇൻ്റർവ്യൂ എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചു. ഈ പറയുന്ന ഗ്ലാമി ഗംഗയുടെ ജീവിതത്തെക്കുറിച്ചാണ് ആ ഇൻ്റർവ്യൂ പറയുന്നത്. ഗംഗ എന്ന പെൺകുട്ടിയുടെയും ആ ഗംഗ എന്നുള്ള പെൺകുട്ടി ഇന്ന് ഈ ഗ്ലാമി ഗംഗയായി നിൽക്കുന്ന സമയത്തുള്ള ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മിപ്പോൾ കാണുന്ന ഈ ഗ്ലാമി ഗംഗയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അത് കാണാത്ത മറ്റൊരു ലൈഫിൽ അവരനുഭവിച്ചിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അനുഭവത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ ജനറേഷന് എന്ന് വെച്ചാൽ ഈ 2K കിഡ്സ് എന്നൊക്കെ പറയുന്ന ജനറേഷൻ ഉണ്ടല്ലോ, അവർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനത്തെ ജീവിതം നേരി കണ്ടിട്ടുണ്ടാവില്ല, കേട്ട് ശീലങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. എന്നാൽ എന്നെ പോലത്തെ എൻ്റെ ഒക്കെ ജനറേഷനിലുള്ള 90 കിഡ്സിനൊക്കെ ഈ ജീവിതങ്ങൾ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതങ്ങൾ കേട്ടിട്ട് ഞാൻ സ്റ്റോറി ആയിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതിനേക്കാൾ മേലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരുപാട് പേരുടെ സ്റ്റോറീസ് ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം. ഈ പെൺകുട്ടി ഗ്ലാമി ഗംഗ ആയപ്പോൾ ഇന്ന് ഈ നിൽക്കുന്ന സിറ്റുവേഷനിൽ പഴയ സിറ്റുവേഷനിൽ നിന്നും എന്തെല്ലാം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ഈ പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത്. ഓക്കെ, കഴിഞ്ഞ 3 വർഷങ്ങളിൽ എന്താണ് ഏറ്റവും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത്? ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട് ചേച്ചി, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആണ് എൻ്റെ അമ്മയുടെ ലൈഫ്. ഞാൻ വളർന്നതോടെ എൻ്റെ അമ്മയുടെ ലൈഫിന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ കരഞ്ഞ അമ്മയാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ റീസെൻ്റായിട്ട് ചിരിക്കുന്ന ഒരു അമ്മ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. എൻ്റെ ചിന്താഗതികൾ ഒരുപാട് മാറി, എൻ്റെ ആറ്റിറ്റ്യൂഡ് കുറേയൊക്കെ മാറി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടെ എൻ്റെ ഇഷ്ടത്തിന് കുറച്ചുകൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ പീസ്ഫുള്ളായിട്ടൊരു ലൈഫ്, ഒരുപാടല്ല എന്നാലും ഒരു തരത്തിൽ പീസ്ഫുള്ളായിട്ടൊരു ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഈ ആറ്റിറ്റ്യൂഡിൽ മാറ്റം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താണ് മാറ്റം? ഞാൻ ആദ്യമൊക്കെ ഭയങ്കര എനിക്കൊന്നും പറഞ്ഞ് കുറച്ച് ആൾക്കാർ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, ആ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ മാത്രമുള്ള ഒരാളാണ്. എപ്പോഴും കുറച്ച് ടൈപ്പ് ഓഫ് ആൾക്കാരുടെ ഞാൻ എപ്പോഴും ഹാർഷായിട്ട് പെരുമാറുന്ന ഒരാളായിരുന്നു. ഒരു ടൈമിൽ ടൈമിലൊക്കെ ഞാൻ എപ്പോഴും ഭയങ്കര ഹാർഷായിരുന്നു എല്ലാവരുടെ അടുത്തും. എസ്പെഷ്യലി ആണുങ്ങളുടെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരു കാറ്റഗറിയിലുള്ള ഒരാളായിരുന്നു ഞാൻ. ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനെ ഞാൻ പലരിലും കാണുന്നു എന്നുള്ള രീതിയിൽ ഞാൻ തന്നെ അങ്ങനെ ഇത് വിചാരിച്ചിട്ട് എനിക്ക് മറ്റുള്ളവരുടെ അടുത്തൊക്കെ ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ എല്ലായിടത്തും മിണ്ടാനുണ്ട്, നല്ലപോലെ സംസാരിക്കണുണ്ട്. അപ്പം അതിനൊക്കെ എനിക്ക് പറ്റി. എൻ്റെ ആറ്റിറ്റ്യൂഡിൽ കുറച്ച് മാറ്റം വന്നു. മറ്റുള്ളവർക്ക് പെരുമാറാൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നല്ല സ്നേഹത്തിൽ പെരുമാറാൻ ഞാൻ പഠിച്ചു. ഗംഗയുടെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയും ഒരു മകളും അനുഭവിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഗംഗ കണ്ട് അതിജീവിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ഗ്ലാമി ഗംഗ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി ഇന്ന് ഇത്രയും അറിയപ്പെട്ടത് കൊണ്ട് അല്ലെങ്കിൽ സക്സസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം നിങ്ങൾ കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. അപ്പം ഇതൊന്നും അനുഭവിക്കാത്തവർക്ക് ഈ പെൺകുട്ടി ഇത്ര അനുഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇന്നും ഒന്നും പറയാൻ കഴിയാതെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇന്നും അനുഭവിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട്, അനുഭവിച്ചിട്ടുള്ളവരുണ്ട്. ഒന്നും പുറത്ത് പറയാൻ പറ്റാതെ, ജീവിതം തന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ, വിജയിക്കാൻ പറ്റാതെ, ജീവിച്ച് എന്ന് തന്നെ പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അനുഭവിച്ച കുറേ പെൺകുട്ടികൾ, കുറേ സ്ത്രീകളെ എനിക്ക് തന്നെ അറിയാം. ഒരുപാട് പേരെ ഇതിനേക്കാൾ കൂടുതൽ ട്രോമയിൽ കൂടി അനുഭവിച്ച് വന്നിട്ടുള്ളവർ ഇന്നും ആ ട്രോമ വിട്ടുപോവാതെ ഇന്നും പേടിയായിട്ട് എന്ന് വെച്ചാൽ ആ വ്യക്തി കടന്നു വരുമ്പോൾ ഇവിടെ മുട്ടിടിക്കുന്ന രീതിയിൽ ജീവിക്കുന്ന സ്ത്രീകൾ ഇന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇതിലേറെ അനുഭവിച്ച സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ അവരുടെ ഒന്നും വോയിസ് പുറത്ത് വന്നിട്ടില്ല. ഇന്ന് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലുണ്ടായിരുന്ന ഈ ബുദ്ധിമുട്ടുകൾ, അമ്മയുടെ സങ്കടവും പെങ്ങളുടെ ജീവിതമൊക്കെ നോക്കിയിട്ട് ഇന്ന് ഈ പെൺകുട്ടി വിജയിച്ചത് കൊണ്ട് മാത്രമാണ് ഈ പെൺകുട്ടിയുടെ ജീവിതം കേൾക്കുന്നത്. അത് ഈ പെൺകുട്ടിക്ക് ഒരു റെസ്പെക്റ്റും സല്യൂട്ടും കൊടുക്കണം. കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടുകളിൽ നിന്ന് വന്നിട്ട് ഈ പെൺകുട്ടി നിന്ന് ഈ പറയുന്ന നിലയിലെത്തിയത് ഈ പെൺകുട്ടിയുടെ കഴിവ് തന്നെയാണ്. പിന്നെ ഈ പെൺകുട്ടി തന്നെ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ സക്സസ് എന്ന് പറയുന്നത് ഈ അമ്മയുടെ പുഞ്ചിരി തന്നെയാണ്. അതിൽ ആ പെൺകുട്ടി വിജയിച്ചിരിക്കുന്നു. ഇനി ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള ഈ ഗംഗ എന്ന പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള ഇതിനെക്കുറിച്ച് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അച്ഛൻ്റെ അമിതമായ മദ്യപാനം മൂലം അമ്മ അനുഭവിച്ചിട്ടുള്ളത്, ഈ അമ്മയുടെ അനുഭവിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള ഈ പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അത് കുറച്ച് സങ്കടമുള്ള വിഷയം തന്നെയാണ്. ആൻഡ് അബ്യൂസീവ്. എനിക്ക് ഓർമ്മയെന്ന് പറയുന്നത് ഞാൻ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ആ ഒരു സീൻ ഓർമ്മയുണ്ട്. എൻ്റെ അമ്മയുടെ മൂക്കിൽ ഒരു വലിയ തടിക്കഷ്ണം എടുത്തിട്ട്
അച്ഛൻ ഈ മൂക്കിലും കണ്ണിലൊക്കെ അടിച്ചിട്ട് അമ്മയുടെ മൂക്കിൽ നിന്നും വായിന്നും കണ്ണില്ല, കണ്ണൊക്കെ ഇങ്ങനെ ഇവിടെ ചതഞ്ഞ് അമ്മയുടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലഡ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ തറയിൽ കിടന്നിട്ട് അമ്മ പെടയുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം എനിക്ക് അറിയാമെന്ന് വെച്ചാൽ എല്ലാ ഫാമിലിയിലും പ്രശ്നം ഉണ്ടാവും, ഭർത്താവ് ഭാര്യ എടുത്തിട്ട് അടിക്കും, അത് കോമൺ. കാരണം എൻ്റെ അന്ന് ആ 4ാം ക്ലാസ് വരെയോ 3ാം ക്ലാസ് വരെയോ വിചാരിച്ച അങ്ങനെയാണ് എല്ലാ ഫാമിലിയാണ്. പക്ഷെ എനിക്ക് അബ്നോർമലായിട്ട് തുടങ്ങിയത് ഈ അച്ഛൻ അമ്മ ഉപദ്രവിച്ച് അമ്മയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ്, അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്ന, അത്രയും വൈലൻ്റ് ആയിട്ട് കാണുന്ന അപ്പോഴാണ്. അതിനുശേഷം പിന്നെ ഞാൻ കാണുന്ന ഇതാണ്, എപ്പോഴും ഉപദ്രവമാണ്, അടിക്കും എപ്പോഴും. പിന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു അമ്മയെ മാത്രമേ അടിക്കുന്നുള്ളൂ. പിന്നെ ഇപ്പം എന്നെ അനിയത്തി ഉപദ്രവിക്കാൻ തുടങ്ങി. അതാണ് എനിക്ക് അനിയത്തി ഉപദ്രവിക്കും. അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? അനിയത്തിക്ക് എന്നെക്കാളും ഒരു ഗൗരി 1.5 വയസ്സിന് ഇളയത്. പിന്നെ എന്താ പറയുക, ഞങ്ങളെ വീടിന് പുറത്ത് വെളിയിട്ട് കഥ അടയ്ക്കും പുള്ളിക്കാരൻ മഴയാകുമ്പോഴത്തേക്ക്. അപ്പം ഞങ്ങൾ നല്ല ഉള്ളിലോട്ടാണ്, നല്ല കാട് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് പന്നി ഇറങ്ങുന്ന ടൈമുണ്ട്, കാട്ടുപന്നി ഉണ്ടല്ലോ, അത് ഇറങ്ങുന്ന ടൈം. ആ ടൈമിൽ ഞങ്ങൾ വെളിയിട്ട് കഥ അടച്ചിട്ട് ഞങ്ങൾ മഴയത്ത് നിൽക്കും. ഞങ്ങൾ ആ വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കണമെന്ന് കണ്ടാൽ ഞങ്ങളെ കല്ലെറിയും, ദൂരെ പോകാൻ വേണ്ടിയിട്ട് കല്ലെറിയും. അങ്ങനെയൊക്കെ ഉള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളാണ് എൻ്റെ അച്ഛൻ. ഞാൻ അങ്ങനെ എന്താ, എനിക്ക് ഭയങ്കര ട്രോമയുണ്ട് എൻ്റെ ചൈൽഡ്ഹുഡിനെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്ക്. ഇത്രയും എനിക്ക് സത്യം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഭയങ്കര അസൂയ തോന്നിയിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നല്ല അച്ഛന്മാരാണ്. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരാളടുത്ത് അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തെ അസൂയ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു അച്ഛനെ. ഒരു അച്ഛൻ്റെ സ്നേഹം കിട്ടുക അതൊരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അച്ഛനെന്ന് കേൾക്കുമ്പോൾ പേടിയായി തോന്നുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ്. അതാണ് ഈ പെൺകുട്ടി ആദ്യം തന്നെ പറയുന്നത്. എനിക്ക് പുരുഷന്മാരെ കാണുമ്പോൾ ദേഷ്യമായിരുന്നു, കാരണം എനിക്ക് അവരുടെ ഫേസിന് പകരം അല്ലെങ്കിൽ അവരുടെ സ്ഥാനത്ത് എൻ്റെ അച്ഛനെ ഓർമ്മ വരുന്നത്. ഇതുപോലെയാണ് പല ഫെമിനിസ്റ്റുകളും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാനിടയാക്കുന്നത്. അവരുടെ കുടുംബത്തിൽ നിന്നും അവരുടെ കുടുംബത്തിലുള്ള ആണുങ്ങളിൽ നിന്നും, അത് ഭർത്താവാം, അച്ഛനാവാം, സഹോദരങ്ങളാവാം, ആരോട്ടെ, പുരുഷന്മാരിൽ നിന്നും അവരനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ, സങ്കടങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവരുടെ നേട്ടങ്ങൾ ഇല്ലാണ്ടായിട്ടുള്ളതിനെ കുറിച്ച് ഓർത്തിട്ടുള്ള ദേഷ്യം, വിഷമം അതേ ജനസിൽപ്പെട്ടുന്ന മറ്റുള്ള ആണുങ്ങളോട് കൂടി കാണിക്കാനും. അതല്ലാതെ ഈ ഫെമിനിസ്റ്റുകളിൽ മുക്കാൽ പേരും സ്ത്രീകൾക്ക് വേണ്ടി അധ്വാനിക്കുക, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നവരല്ല. പുരുഷന്മാരിൽ നിന്നും ആ പറയുന്ന സ്ത്രീകൾക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ അവർ പ്രതിധ്വനിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അവരതിനെ എതിർക്കുന്നതാണ്, അല്ലാതെ മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയല്ല. ഇതേപോലെ ഒരു പുരുഷനാണ് എനിക്കും എൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് പുരുഷന്മാർക്ക് എതിർക്കുന്നത്. അതാണ് ഇന്ന് കാണുന്ന പല ഫെമിനിസ്റ്റുകളും. അതുകൊണ്ടാണ് ഇന്നത്തെ പല ഫെമിനിസ്റ്റുകളും മറ്റുള്ള സ്ത്രീകൾക്ക് ഉപകാരമാവാതെ പുരുഷന്മാർക്ക് മാത്രം ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ, ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥക്ക് കാരണം തന്നെ ഈ മദ്യം തന്നെയാണ്. അത് മദ്യപിച്ച് ആള് ഒരു എക്സ്ട്രീം കഴിഞ്ഞൊരു സൈക്കോയി മാറി. അത് മൂലം ഉണ്ടായിരുന്ന അനുഭവങ്ങളാണ്. എന്നിട്ടോ ഇത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഈ പെൺകുട്ടിക്ക് ആ വീടോ അല്ലെങ്കിൽ ആ അച്ഛനെ ഉപേക്ഷിച്ച് അമ്മയെ കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അതിനും കാരണം എന്താണ്? നമ്മുടെ ഈ സമൂഹം തന്നെയാണ്. ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ അടിമയാണ്. താലി കെട്ടി കൊണ്ടുപോകുക എന്ന് പറയുന്നത് വെച്ചാൽ പോത്തിനൊക്കെ വിൽക്കൂലേ വീട്ടുകാർ, അറക്കാൻ വേണ്ടി വിൽക്കുന്ന പോലെയാണ്. അറക്കാൻ വിറ്റ പോത്തിനെ പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ആവശ്യമില്ലല്ലോ. അതേപോലെയാണ് കെട്ടിച്ചു കൊണ്ടുന്നത്. പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തൊക്കെ സംഭവിച്ചാലും ചവിട്ട് തൊടിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നീ അത് അനുഭവിക്കണം. അതിൻ്റെ ഭർത്താവാണ്, അതിൻ്റെ വീടാണ്. എല്ലാ സ്ത്രീകൾക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഇഞ്ചക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തലച്ചോറിന്. അതുകൊണ്ട് തന്നെ ഭർത്താവ് എത്രയൊക്കെ തല്ലിയാലും എത്രയൊക്കെ ഇടിച്ചാലും മീഡിയാലും ഒന്നും വേണ്ടാതെ കേട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പല സിനിമകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നൊരു ലേഡി വിളിച്ചിട്ട് അവരുടെ സ്റ്റോറി പറഞ്ഞാണ്, ആദ്യ രാത്രി പോലും മയക്കുമരുന്ന് ഉപയോഗിച്ച് വന്നിട്ട് ഭർത്താവ് ചെയ്തതെന്ന് വെച്ചാൽ ബ്ലേഡ് വെച്ചിട്ട് മുഖത്തും പുറത്തും വരഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുഞ്ഞിൻ്റെ കഴുത്തി ചവിട്ടി പിടിച്ച് ഇവരെ കൊണ്ട് മോശമായ കാര്യങ്ങൾ ചെയ്യിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കഥകളും സ്റ്റോറിയും ഇന്നും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ആരും പ്രതികരിക്കുന്നില്ല. ഇനി ഈ അനുഭവിക്കുന്നവർ പ്രതികരിക്കും ഇല്ല. അതിനുള്ള കാരണം എന്താണ്? അതുകൂടി കേട്ടോക്കാം. ഞാൻ എപ്പോഴും അമ്മയോട് പറയും നമുക്ക് ഇവിടെ നിന്ന് പോവാം, ഒന്നെങ്കിൽ അമ്മയെ കൊല്ലും അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലും, നമുക്ക് ഇവിടെ നിന്ന് പോകാം, നമുക്ക് ഇവിടെ നിൽക്കേണ്ടെന്ന് പറയും. അപ്പം അമ്മ നമ്മളെവിടെ പോകും, നമുക്ക് വീടില്ല, നമുക്ക് എവിടെ പോകും എന്ന് അമ്മ ചോദിക്കും. ആക്ച്വലി ഞങ്ങൾക്ക് പോകാൻ വേണ്ടിയില്ല, കാരണം എല്ലാവരും ഫാമിലിയായിട്ട് ജീവിക്കുകയാണ്. അപ്പം പണ്ടത്തുള്ള ഒരാൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, കല്യാണം കഴിച്ച് പെങ്കൊച്ചിനെ പറഞ്ഞു വിട്ടാൽ പിന്നെ അവർക്കൊരു ബാധ്യതയില്ല, അവർക്കറിയണ്ട. സത്യമില്ല, ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കിടന്നപ്പോൾ ഒരു റിലേറ്റീവ് പോലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നീ വാ ഞങ്ങൾ നോക്കിക്കോളാം, അല്ലെങ്കിൽ ആ കൊച്ചുങ്ങളെ ഞങ്ങൾ പഠിപ്പിച്ചു. ഇഷ്ടം പോലെ നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് ഞങ്ങളെ ഫാമിലിയിൽ. പക്ഷെ ഒരാൾ പോലും ഞങ്ങളെ സ്പോൺസർ ചെയ്ത് പഠിപ്പിക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാണ്. ഇവിടെ ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടാണ്. ഓണമൊക്കെ ആഗ്രഹിക്കും ഒരു ജോഡി ഡ്രസ്സ്, അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലിടാൻ ഒരു ജോഡി ഡ്രസ്സ് ആരെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഇന്നാസെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും കൊണ്ട് തന്നിട്ടില്ല. കേട്ടില്ലേ? അതേപോലെ തന്നെ അച്ഛൻ ജോലിക്ക് പോകണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. 1200 മേലെ രൂപ അന്നത്തെ കാലത്തിട്ടാ. 4 വയസ്സുള്ളപ്പാന്നൊക്കെ പറയുമ്പോൾ 9 പഠിക്കുന്ന സമയത്ത് എന്നൊക്കെ വിചാരിച്ചാൽ മതി. അത്ര നാളുകൾക്ക് മുമ്പേ 1200 എന്നൊക്കെ പറഞ്ഞാൽ വലിയ എമൗണ്ടാണത്. അത്ര എമൗണ്ട് ഉള്ള സമയത്ത് പോലും ഇവർക്കൊരു സന്തോഷമായിട്ടൊരു ജീവിതം അയാൾക്ക് നൽകാൻ കഴിയാത്തതിൻ്റെ കാരണം അയാൾ മദ്യത്തിന് അടിമയായിരുന്നു. ഇന്നും അതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ.
ഇതേപോലെ തന്നെ അനുഭവിക്കുന്ന കുട്ടികളുണ്ട്. എൻ്റെ വീടിന് തൊട്ടപ്പുറം ഒരു ചേച്ചിയുണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് മരപ്പണിക്കാരനായിരുന്നു. ആളും ഇതേപോലെ തന്നെ വെള്ളടിച്ച് വന്നിട്ട് ഭാര്യനെ മക്കളൊക്കെ ഉപദ്രവിക്കും. അവസാനം അതിൻ്റെ മകളെ വേറെ സ്ഥലത്ത് കൊണ്ട് നിർത്തി പഠിപ്പിക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ട കാഴ്ചയാണ് ഇതൊക്കെ. അപ്പം അവർക്ക് സഹായിക്കാൻ ആൾക്കാരുണ്ടായി, ഫാമിലി ഉണ്ടായി. ഇവരുടെ ലൈഫിൽ ഫാമിലി പോലും സഹായിക്കാനില്ല. ഇന്നുണ്ടാവും. ഇന്ന് ഈ പെൺകുട്ടി ഇത്രയും ആൾക്കാർ ഫേമസ് ആയിട്ട് ഇത്ര ആൾക്കാർ അറിയുന്നുണ്ട്, ഈ പെൺകുട്ടി ഒരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കൂടാൻ ഫാമിലി ആൾക്കാരൊക്കെ വരും. കാരണം ഈ പെൺകുട്ടിക്ക് ഒരു ഫെയിം ഉണ്ട്. ഈ പെൺകുട്ടിയോട് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ കുറച്ച് അറിയപ്പെടുന്ന രീതിയായിരിക്കും, അതുകൊണ്ട് ചെന്നിട്ടുണ്ടാവും. പക്ഷേ ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒരാളും തന്നെ ഇവരെ സഹായിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഇന്ന് ഈ പറഞ്ഞ പെൺകുട്ടിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഈ അച്ഛൻ ഈ പെൺകുട്ടിയാണ് പറയുന്നുണ്ട്, അമ്മക്ക് ഇത്രത്തോളം അനുഭവിച്ചിട്ട് അവസാനം ഫുഡ് കഴിക്കാൻ നേരത്ത് പോലും അച്ഛൻ്റെ എന്നുള്ള ഉപദ്രവം കാരണം എന്തിനിങ്ങനെ ജീവിക്കണം എന്നുള്ള അച്ഛനോട് ചോദിച്ചപ്പോൾ സ്വന്തം അച്ഛൻ തന്നെ മരിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടി കേട്ടോക്കാം. ഇതൊക്കെയാണ് ട്രോമ എന്ന് പറയുന്നത്. ചെറുപ്പത്തിലെ നമ്മുടെ മനസ്സിൽ കയറുന്ന ചില കാര്യങ്ങൾ അത് മരിക്കും വരെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും. ചിലപ്പോൾ അത് എത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സ്വാധീനിക്കുന്നതിൻ്റെ ലെവലൊന്ന് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ജീവിതം തന്നെ ഇല്ലാണ്ടാവും. എന്നിരുന്നാൽ പോലും അതുകൂടി കേട്ടോക്കാം. പുള്ളിക്കാരൻ നന്നായിട്ടില്ല. എൻ്റെ ലാസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് നടന്നു വെച്ചാൽ, ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പം എൻ്റെ അമ്മ, എൻ്റെ അപ്പച്ചി, അച്ഛൻ്റെ സഹോദരിയൊക്കെ തൊട്ട് താഴത്തെ വീട്ടിലാണ്. അവിടെ എല്ലാവരും ഒരു ആൾക്കൂട്ടം. അമ്മ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു കണ്ണില്ല, ദേഹമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ നീരായിട്ടിരിക്കുകയാണ്. ഞാനിത് കണ്ടതും പൊട്ടി എനിക്കങ്ങ്, കാരണം എന്തും എനിക്ക് കുഴപ്പമില്ല, അമ്മയെ ഉപദ്രവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഉപദ്രവിക്കണം. അപ്പം എൻ്റെ അമ്മയുടെ ദേഹവും മനസ്സാ നോയിപ്പിക്കണം എന്ന് എനിക്ക് സഹിക്കില്ല. അങ്ങനെ ഞാൻ അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഞാൻ ചോദിച്ചെന്ത്. അപ്പം ഇങ്ങനെ അമ്മ അപ്പച്ചിയുടെ വീട്ടിൽ ഫ്രണ്ടിൽ നിന്നപ്പം ബാക്ക് ഡോറ് വഴി വന്ന് ചവിട്ടി താഴൊരു തൊടി മീൻസ് അറിയാമോ, താഴെ ഒരു ചതുപ്പ് പോലെ അവിടെ തള്ളിയിട്ട് അങ്ങനെ കല്ലിടിച്ചിട്ടാണ് കണ്ണും മൂക്കും ഒക്കെ പോയത്. ഒരു തവണ കോളേജിനങ്ങാണ്ട് വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ കോളേജിൽ വന്നപ്പോഴല്ല, എൻ്റെ പുള്ളിക്കാരൻ ട്യൂഷൻ ഉണ്ടാക്കി തിരിച്ചു. ഞാൻ ഒന്നും കഴിക്കാതെയാണ് പോയത്. കഴിക്കാതെ പോയി ഞാൻ വീട്ടിൽ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് പോയിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ 11 മണിയായി. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചപ്പം പുള്ളിക്കാരൻ നോക്കിയപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പുള്ളിക്കാരൻ പകുതി വഴിയിൽ വെച്ച് പുള്ളിക്കാരൻ്റെ കയ്യിലിരുന്ന സഞ്ചി അവിടെ വച്ച് എന്നിട്ട് പറഞ്ഞ് ഇത് വന്ന് എടുത്തു. ഞാൻ കഴിച്ചിട്ട് വന്നെടുക്കാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ കഴിച്ചിട്ട് വന്ന് എടുക്കാമെന്ന് പറഞ്ഞതിന് ഒരു കമ്പെടുത്തിട്ട് എന്നെ കുറേ അടിയടിച്ച്. അന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ ഇട്ട് ജീവിക്കണേക്കാളും ഞങ്ങളെ കൊല്ലണയാണ് നല്ലത്, നന്നായിട്ട് നോക്കാനും പറ്റില്ല, അതിനേക്കാളും ഞങ്ങളെ കൊല്ലണയാണ് നല്ലതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സത്യം ഞാൻ ഇങ്ങനെ ജീവിക്കണേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് പറഞ്ഞ ഉടനെ പുള്ളിക്കാരൻ റൂമിൽ അമ്മയുടെ സാരി എടുത്ത് എനിക്ക് കുരുക്കിട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കയറി, കാരണം അച്ഛൻ തന്നെ കുരുക്കിട്ടിട്ട് ചാവ്, നീ ജീവിക്കണ്ട, മരിക്കുമെന്നും പറഞ്ഞ് നിന്നപ്പോൾ ഞാൻ കയറി. ഞാനിങ്ങനെ കുരുക്കിട്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിന്ന് ഞാൻ കണ്ണടച്ച് ഞാൻ കുറച്ച് നേരം ആലോചിച്ച്. ഞാൻ മരിച്ചാൽ അമ്മ, മാളു, വേറെ ഒന്നുമില്ല, എനിക്ക് വേറെ ആരുമില്ല, എൻ്റെ അമ്മ, അനിയത്തി എന്താവും, ചിലപ്പോൾ ഞാൻ മൂത്തല്ലേ, ഞാൻ പഠിച്ച് എനിക്ക് പെട്ടെന്ന് ജോലി വാങ്ങിച്ച് അവരെ എനിക്ക് രക്ഷിക്കാൻ പറ്റും, അങ്ങനെയുള്ള കുറേ മൈൻഡ്. പിന്നെ അമ്മ കാരണം എൻ്റെ അമ്മ ഒരുപാട് അനുഭവിച്ചാണ്. എനിക്ക് പിന്നെ അമ്മ മരിച്ചിട്ടില്ലല്ലോ, അമ്മ ഇതുവരെ അങ്ങനെ ഒരു ശ്രമം ഞാൻ കണ്ടിട്ടില്ല. അപ്പം പിന്നെ ഞാൻ മരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഒരു 0.5 എങ്കിലും ഉണ്ടായിരുന്നു ജീവിക്കേണ്ട. ഇത് എനിക്കൊട്ടും, കാരണം ഞാൻ ജീവിച്ചിരുന്നിട്ട് എൻ്റെ അച്ഛന് ആ ഒരു സ്നേഹം തരാനോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ജീവിച്ചിരുന്ന ഒരു കാര്യമില്ല. ഞാൻ മരിച്ചാൽ പോലും എൻ്റെ അച്ഛനൊരു വിഷമമല്ല, പിന്നെ എന്തിന് എന്നുള്ളൊരു തോട്ട് വന്നു. ആ ഒരു തോന്നലിലാണ് ഇന്ന് ഈ പറയുന്ന ഗ്ലാമി ഗംഗ എന്ന രീതിയിൽ ഈ പെൺകുട്ടിനെ അറിയുന്നത്, നമ്മളീ അറിയുന്നത്. ഈ ഗംഗ എന്ന പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഇന്ന് ഈ പെൺകുട്ടി പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പറയാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇവരെക്കുറിച്ച് ഇതിനേക്കാൾ മുമ്പ് ഞാൻ കേട്ട ഫ്ലവേഴ്സ് TV തന്നെയാണ്. അതിൽ 1 കോടി എന്നുള്ള പ്രോഗ്രാമിൻ്റെ പേര് വന്നപ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ അച്ഛൻ സാരി കഴുത്തിന് കുടുക്കായിട്ട് കെട്ടിക്കൊടുത്തെന്ന് മാത്രമല്ല, ചവിട്ടി കയറി നിൽക്കാൻ, അതായത് ഹൈറ്റ് ലെവലാക്കാൻ ചവിട്ടി കയറി നിൽക്കാനുള്ള സ്റ്റൂൾ വരെ ആ അച്ഛൻ തന്നെ നീക്കിയിട്ട് കൊടുക്കുന്നു പറയുന്നുണ്ട്. ഒരച്ഛനാണ് മകളെ കൊല്ലാൻ വേണ്ടി അതിനുള്ള കാര്യങ്ങൾ പോലും ചെയ്ത് കൊടുക്കുന്നത്. വലിയ മനസ്സാണ്. ഇവൻ കുട്ടിയുടെ മറ്റുള്ള ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ ബ്യൂട്ടി വ്ളോഗ് കാര്യങ്ങളൊന്നും കാണാറില്ല, കാരണം സൗന്ദര്യത്തെക്കുറിച്ച് അധികം ശ്രദ്ധയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും നോക്കില്ല. പിന്നെ ഈ കൊച്ചിനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അതൊക്കെ കൂടി കാരണം തന്നെയാണ് നോക്കിയേക്കണ വീഡിയോ കണ്ടിട്ടുള്ളത്. അന്ന് ആണ് ആദ്യം തന്നെ ഇവരെ ഈ ലൈഫിനെ കുറിച്ച് പറഞ്ഞ് കേട്ടേക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ അനുഭവിക്കുന്ന അവസ്ഥ, ഇതൊക്കെ സഹിക്കുന്നതിന് കാരണം തന്നെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ടിയ വീട്ടിലേക്ക് എന്തെങ്കിലും അനുഭവം പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കയറി വന്നു കഴിഞ്ഞാൽ ആ വീട്ടുകാർക്ക് നാണക്കേടുണ്ടാവും, സമൂഹത്തിൻ്റെ ഇടയിൽ തല കുനിക്കേണ്ടി വരും. കാരണം കെട്ടിച്ച് വിട്ട പെണ്ണ് കെട്ടിയവനായിട്ട് തല്ലി പിടിച്ച് വന്നു എന്ന് പറയുന്ന ഒരു നാണക്കേടായിട്ട് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇത്രത്തോളം അനുഭവം ഉണ്ടായിട്ടും വീണ്ടും അനുഭവിക്കാൻ വേണ്ടി ആ ഭർത്താവിൻ്റെ കാൽക്കീഴിൽ തന്നെ തല കുനിച്ച് കിടക്കുന്നത്. അതാണ് ഞാൻ ആദ്യം തന്നെ പറയുന്നത്. എൻ്റെ ഒക്കെ ജനറേഷനിലുള്ളവർക്ക് ഈ ഇങ്ങനത്തെ അനുഭവങ്ങളെ കേട്ട് അറിവുണ്ടാവും, അല്ലെങ്കിൽ കണ്ടറിവുണ്ടാവും. എന്നാൽ ഇന്നത്തെ ജനറേഷനിൽ വ്യത്യാസം വന്നു. എല്ലാ പെൺകുട്ടികളും വിദ്യാഭ്യാസമായി, എല്ലാ പെൺകുട്ടികളും അറിവും ജോലിയും സ്വയം കാലിൽ നിൽക്കാനുള്ള ഇതായി. അതുകൊണ്ട് തന്നെ ആരും കീഴ് ജീവിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സംസാരിച്ചാൽ നീ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോരാ, സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റും. അന്നത്തെ കാലത്ത് അങ്ങനെയില്ല. അതാണ് ഈ പെൺകുട്ടി അമ്മയോട് ചോദിച്ചത്, നമുക്ക് മാറി ജീവിക്കാം.
ഇത്ര അനുഭവിക്കേണ്ട ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറയുമ്പോൾ നമ്മ എവിടേക്ക് പോകുമെന്ന് അമ്മ ചോദിക്കാൻ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അമ്മക്ക് സ്വയമായി നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഇന്നത്തെ പെൺകുട്ടികളുടെ കാര്യം മാറിപ്പോയി. ഇന്നത്തെ പെൺകുട്ടികൾ സ്വയം നിൽക്കാനുള്ള സിറ്റുവേഷനായി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള സിറ്റുവേഷനായി. അതുകൊണ്ട് തന്നെ സ്വയം അഭിപ്രായങ്ങൾക്കുള്ള സ്വാതന്ത്ര്യമായി. അതാണ് ഇന്നത്തെ ഈ ഗ്ലാമി ഗംഗയിൽ വന്നേക്കുന്ന വ്യത്യാസം, അന്നത്തെ ഗംഗയിലുള്ള വ്യത്യാസം. ഓക്കെ, ബൈ.